നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ രാത്രി പാതിരയ്ക്ക് ആണ് കൂടുതലും കാണാറ്. രാത്രിയാണ് കൂടുതലും നമ്മളിവിടെ കാണാനുള്ളത്. ഓക്കെ. ഈ രാത്രി ശ്മശാനം അതുപോലെ തന്നെ ഇത്രയും മരണങ്ങൾ ഏകദേശം, ഞാൻ അന്യദേശക്കാരനാണ്, ഈ നാട്ടുകാരനല്ല. ഈ നാട്ടുകാരെന്നുള്ള നിലയിൽ ഏകദേശം ഇവിടെ എത്ര പേര് അപമൃത്യു വന്നിട്ടുണ്ട്? ഇവിടെ സാധാരണ എല്ലാ വർഷം ജൂലൈ മാസത്തിലാണ് കൂടുതൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ആ സമയത്ത് കുറഞ്ഞതൊരു 3-4 പേര് മരിക്കും. അത് എല്ലാ വർഷവും മരിക്കാറുണ്ട്. ജൂലൈ മാസം. ഒരു ലേഡി മാത്രമാണ് ഈ അടുത്ത് മരിച്ചതില്ല. ഒരു ലേഡി. അപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ലേഡിയുടെ മകൻ വെള്ളത്തിലിറങ്ങിയപ്പോൾ തള്ള അങ്ങോട്ട് ചാടി. അപ്പോൾ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്കിൽ ആ തള്ള ഒഴുകി പോയി. പിന്നെ ഉടുപ്പിൻ്റെ ഒരു ടീം വന്നിട്ട് ആ തള്ള ഒരു 3-4 മണിക്കൂർ ശ്രമിച്ച് പിന്നെ ശവം നിലത്തേക്കെടുത്തു. അപ്പോൾ ഈ മരിച്ച ഒരുവിധം വ്യക്തികൾ അതുപോലെ തന്നെ ഇവിടെ സന്യാസിമാരെ ആക്ച്വലി ഉണ്ടോ? സന്യാസിമാർ വരാറുണ്ട്. അല്ല, വരികയല്ല, ഇവിടെ താമസിക്കുന്നില്ലല്ലോ. പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഇല്ല. സത്യം പറയണം. അല്ല, ഇപ്പോൾ പോലീസ് അവരെയൊക്കെ ഇറക്കി വിടുന്നില്ല. അല്ല, ഒറിജിനൽ സന്യാസിമാരുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇല്ല. പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുടജാതിരിയിലല്ലേ? അതെ. അത് കുടജാതിരിയിലുള്ള ഇത്. ഓക്കെ. ഈ സൗവർണികയിലെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല ശ്മശാനമുള്ളത്. അതുപോലെ തന്നെ സരസ്വതി മണ്ഡപമുള്ളത്, ശിവലിംഗം ഉള്ളത്, അതുപോലെ നാഗഗുഹയുള്ളത്, ഗരുഡ ഗുഹയുള്ളത്, അതുപോലെ തന്നെ ഗണപതി സങ്കല്പ സ്നാനം നടത്തുന്ന ഗണപതി ക്ഷേത്രം ഉള്ളത്. ഇതിനിടയിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് കുറേ വേറെ ഉണ്ടാവാം. പക്ഷേ ഇതൊന്നുമല്ലാതെ ഇവിടെ സാധാരണക്കാരന് വന്ന് ഇവിടെ ഒരു ദിവസം താങ്ങാനായിട്ട് പറ്റുമോ? രാത്രി ഇല്ല, പേടിയുണ്ടാവും. ഇവിടെ രാത്രി ഒരു 3 മണിക്കൊരു സൗണ്ട് കേൾക്കും. ഒരു സ്ത്രീ നടന്നുകൊണ്ട് പോകുന്നുള്ള ഒരു സൗണ്ട്, ചലങ്ക കിട്ടിയിട്ട്. അങ്ങനെ ഇവിടെ കുറേ ആൾക്കാരും രാത്രി ചാലക്കുടിയുള്ള സതീശനും കൂടി ഇതങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയുടെ വരവുണ്ട്. ഉണ്ട്. എത്ര പേര് കാണാൻ പറ്റിയിട്ടുണ്ട്? അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. രാത്രി ഒരു 2:30-3 മണിയാകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ സ്വബോധം നഷ്ടപ്പെട്ടവർ ധാരാളം ഉണ്ട്. അതെ. പക്ഷേ മറ്റവരെല്ലാം കണ്ടിട്ടുള്ളത് സ്വബോധത്തിലല്ല. അതെ. സ്വബോധത്തിൽ കണ്ടിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? കിടക്കുമ്പോൾ എനിക്കൊരു പ്രാവശ്യം ഒരാൾ വന്നിട്ടുണ്ട്, കൊങ്ങാക്കി പിടിച്ചു. അപ്പോൾ ആരാന്നൊരു പിടിയില്ല. കൊങ്ങാന്ന് പറഞ്ഞാൽ കഴുത്തിലേക്ക് പിടിച്ചപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു, അമ്മയെന്ന്. എന്നിട്ട് ആ സെക്കൻഡിൽ അത് വിട്ടിട്ട് ഓടിപ്പോയി. ഓക്കെ. ഈ കൂടുതൽ ഏത് ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത് കൂടുതലും ഈ വാവുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാനൊരു സത്യം ചോദിക്കട്ടെ, ഈ പേടി ആലോചിച്ചിട്ടാണ് ഈ നാടൻ നായ്ക്കൾക്ക് ഈ രാത്രി ഫുഡും കൊടുത്തു വരണേ? അവരെ കൂട്ടുപിടിച്ച് വരണത്? ഞാൻ വരുമ്പോൾ എല്ലാ പട്ടികളും എൻ്റെ കൂടെ വരും. ഡെയിലി ഞാൻ ഫുഡ് കൊടുക്കും. അതറിയാം. അതല്ല പറഞ്ഞു, ഈ പേടി ഉള്ളിലുള്ളത് കൊണ്ടാണോ? പേടി കൊണ്ടല്ല, പട്ടിക്ക് അതിൻ്റെ ഒരു സ്വഭാവമല്ലേ ഈ പരയ്ക്കുന്നതും. ഓക്കെ. പ്രത്യേകിച്ച് ഇതല്ലാതെ തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഈ വരവ് പലരും കണ്ടിട്ടുള്ളതാണ്, നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. പക്ഷെ അതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇതല്ലാതെ വേറെ എങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഓക്കെ. പക്ഷെ ഇവിടെ കിടന്ന ആൾ എഴുന്നേൽക്കുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. ഒരാൾ കിടന്നാൽ സുഖമായി ഉറങ്ങാമെന്ന് വിചാരിക്കുക. വാവ് പോട്ടെ, വാവും പൗർണമിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി കിടന്നുറങ്ങണം, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കാണാറുണ്ട്, കുഴപ്പമില്ല ടർക്കിയൊക്കെ വിരിച്ച് വളരെ ഡീസൻ്റായിട്ട് MP3 ഒക്കെ ചുവട്ടിൽ വെച്ച് കിടന്നുറങ്ങുന്നത് കാണാറുണ്ട്. പിന്നെ അവൻ എവിടെ എഴുന്നേൽക്കുക? ഈ സൗണ്ട് കേട്ടപ്പോൾ അവിടുന്ന് സ്ഥലം വിട്ടു.
ഒരു 2:30-3 മണിയാകുമ്പോൾ നമുക്ക് ഈ സൗണ്ട് ഉം. കേൾക്കാൻ പറ്റും. 3-3:30 ആകുമ്പോഴേക്കും രാമേന്ദ്രടിക കുളിക്കാൻ വരും അല്ലേ? 3:45 4 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ അതിക്ക് മുന്നേ ഈ ശബ്ദം വരും. ശബ്ദമല്ല, കാണാം. കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. പിന്നെന്താ രാത്രിയിൽ. പക്ഷെ പലർക്കും അത് പേടിച്ചിട്ട് പോയിട്ടുണ്ട്. അതെ, പേടിച്ചിട്ട് പോയിട്ടുണ്ട്. പലരും വിചാരിച്ചു ഇനി ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും വഴിതെറ്റി വരണാണോന്ന്. അങ്ങനെ വല്ല സന്ദർഭം ഉണ്ടായിട്ടോ? ഇത് സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റും, മുഖം കാണിക്കില്ല. എങ്ങനെ? മുഖം കാണില്ല. അതെ, തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. അതെ. അതുപോലെ തന്നെ ഈ അടുത്തിടെ ഇവിടെ ഈ പരിസരങ്ങളിൽ മരണപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സാന്നിധ്യം കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നിട്ട് ഈ ശ്മശാനത്തിൽ കിടന്ന 3 പേര് ഓടി പോയിട്ടുണ്ട്. അതെ, അതെ, അതെ. ആളെ മനസ്സിലായോ? ശ്മശാനത്തിൽ കിടന്ന 3 പേരെ അറിയോ? ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ശ്മശാനത്തിൽ പല ആൾക്കാർ കിടക്കുന്നുണ്ട്. പണ്ട് ഇപ്പോൾ ഇല്ല. അത് പോലീസ് വന്ന് ഓടിച്ചതാണ്. അതെ, പോലീസ് വന്നല്ലേ ഓടിച്ചു. ഇപ്പോൾ ഇവിടെ ആരും കിടക്കാറില്ല. ഓക്കെ. 2 മാസമായി. ഒന്ന് പേടിച്ചിട്ടും ഓടിയിട്ടും ഉറങ്ങാൻ. അവിടെ ഒരു ശവം ചുടുന്ന ഒരു പെട്ടിയുണ്ട്, അതിനകത്തായിരുന്നു ഒരാളെ കിടക്കുന്നത് മദ്യം കഴിച്ചിട്ട്. അപ്പോൾ അയാൾ വരെ ഒരു ദിവസം ഇത് കണ്ടിട്ട് പേടിച്ചോടി. അത് കണ്ണൂക്കാരൻ. പിന്നെ ഒരുത്തൻ അവിടെ കിടന്നിട്ട് കാലും ഒരു പിടുത്തം പിടിച്ചു. അവൻ്റെ കാല് വ്രണായി. അവൻ്റെ കാലും ആരോ ഒന്ന് പിടിച്ചു എന്നാണ് വ്രണായി. അതോ രമേശൻ 2 മാസം കൂടുമ്പോഴാണ്. കുറേ ആൾക്കാർ കുറേ കാശൊക്കെ ഒപ്പിച്ച് കൊടുത്തു. പുള്ളി ഇപ്പോൾ നാട്ടിലേക്ക് പോയി. നാട്ടിലാണ് ഉള്ളത്. രമേശൻ. പിന്നെ ചാലക്കുടിക്കാരൻ ഒരാൾ. ചാലക്കുടിക്കാരൻ, ശരിയാണ്. ആളിപ്പോൾ സ്വാമി എന്ന് പറയുന്നുണ്ട്. അവൻ മദ്യപിക്കുന്നില്ല. പക്ഷേ എല്ലാവരെയും ഇവിടുന്ന് പോലീസ് ഓടിച്ചു. പേടിച്ച് പ്രശ്നം ഉണ്ടാക്കി. രാത്രിയൊക്കെ വെച്ചെടുത്ത് വെള്ളം ഉണ്ടാക്കി. ഒന്നാമത് ഈ ശവൻ ചുടുന്നതിലാണ് ഒരാൾ കിടക്കണേ. ചൂട് കിട്ടാനാന്ന് പറയുന്നുണ്ട്. ചൂടല്ല, ഇവരൊക്കെ പറഞ്ഞാൽ ഈ റൂം എടുത്ത് താമസിക്കാനുള്ള സാഹചര്യം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അതൊന്ന്. പിന്നെ വെള്ളമടിച്ച് ബോധമില്ലാതെ കിടക്കണം. കാലുമ പിടിച്ചതിന് കാല് ഏകദേശം മുറിച്ച് കളറായിട്ടുണ്ട്. കാല് മൊത്തം 90% കാല് പോയിട്ടുണ്ട്. പക്ഷെ ഒരു അപകടം പിടിച്ച സ്ഥലമാണ് സുവർണ ഗരുഡൻ തപസ്സിരുന്ന സൗവർണികയുടെ ഭാഗം. കാരണം അസമയത്തും ഒക്കെ വരുമ്പോൾ വളരെ മാന്യമായിട്ട് ശുദ്ധിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആ സമയത്ത് 12 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ കാണാം. മനോധൈര്യം ഉണ്ടെങ്കിൽ, കണ്ടുപരിചയമുണ്ടെങ്കിലൊക്കെ കാണാം. തിരിച്ചോടുമ്പോൾ ഈ പോത്ത് ഓടിക്കുന്ന സ്വഭാവമുണ്ട്. അവരെ നായ്ക്കൾ പിന്നാലെ. ഏകദേശം ഒരു എത്ര നായ ഉണ്ട് ഇവിടെ? ഇവിടെ ഒരു എൻ്റെ കണക്കൊരു 10-15 നായ്ക്കളുണ്ട്, നാടൻ നായ്ക്കൾ. നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ സാധാരണ പുതുതായിട്ട് വരുന്ന ഒരാളുടെ കയ്യിൽ ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നായ്ക്കൾ പ്രശ്നം ഉണ്ടാക്കും. എനിവേ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്ഥലം സൗവർണിക. അതുപോലെ ചുമർ ചിത്രങ്ങൾ എഴുതുന്ന കല്ലുകൾ കിട്ടുന്ന, രത്നങ്ങൾ കിട്ടുന്ന സ്ഥലം. അതുപോലെ കുളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സിദ്ധി വരുന്ന സ്ഥലം, തീർത്ഥം. അതിലുപരി മര്യാദയ്ക്കില്ലെങ്കിൽ ബുദ്ധി പോകുന്ന സ്ഥലം. ഇതിനെല്ലാം ദേവിയുടെ കീഴിൽ തന്നെ വരുന്നതാണ്. ദേവി ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ല രീതിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. കാരണം എത്രയോ പേര് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. തിരക്കഥ എഴുതാൻ വരുന്നവരുണ്ട്, ചിത്രം വരയ്ക്കാൻ വരുന്നവരുണ്ട്, പാട്ട് എഴുതാൻ വരുന്നവരുണ്ട്. അവരെല്ലാം എഴുതി നന്നായിട്ട് പാട്ട് പാടി ഹിറ്റായിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ലോഹിതദാസ് ആ പാറയമേരുന്നിട്ടാണ് കിരീടം എഴുതിയത്. ആ സമയത്ത് ചായയും ബീഡിയൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ പല ഷൂട്ടിങ്ങുകളും നടന്നിട്ടുണ്ട്. അരവിന്ദ് അതിഥികൾ, ഇങ്ങനെയുള്ള വേറെ വേറെ പടങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സൗവർണിക എന്നുള്ള പാട്ട് പേര് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളും ഹിറ്റാണ്. തീർച്ചയായിട്ടും. കുടജാതിരിയും സൗവർണികയും വന്നിട്ടുള്ള എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അപ്പോൾ എനിവേ വളരെ സന്തോഷം. രവി അണ്ണൻ അല്ലെങ്കിൽ ഡോ രവി
റിങ് രവി. ഏ റിങ് രവി, ഞാനത് ഇതിൽ പറയാണ്ടാണ്. വട്ടം തിരിഞ്ഞ് നടക്കണോണ്ട് റിങ് രവി എന്നുള്ള പേര്. പക്ഷേ ഏതായാലും സന്തോഷം. നമസ്കാരം.